വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. നമ്മൾ ഫംഗ്ഷൻ പഠിച്ചതാണല്ലോ അല്ലെ? ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നോ ഉപയോഗിക്കുന്നതെന്നൊക്കെ പഠിച്ചു. അതിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്ത് നെയിം കൊടുത്തു, അതിൽ നമുക്ക് പാരാമീറ്റേഴ്സോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്തു. ഇവിടെ നെയിം എന്ന് പറഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യും. കൺസോൾ ലോഗ് ഹെലോ നമ്മൾ സ്ട്രിങ് നമ്മളിവിടെ ടെംപ്ലേറ്റ് ലിറ്ററൽ ഉപയോഗിച്ചിട്ടാണ് സ്ട്രിങ്ങോട് കോൺകാറ്റിനേറ്റ് ചെയ്യുന്നത്. ഹലോ കോമ എന്നിട്ട് നെയിം അവിടെ പ്രിന്റ് ചെയ്യാം അല്ലെ? ഡോളർ കേളി ബ്രേസ് ഉപയോഗിച്ചിട്ട് ബാക്ക് ടിക്സിന്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് ആ വേരിയബിൾ അങ്ങനെ പ്രിന്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും? ആ നെയിമിലേക്ക് അൻഷാദ് എന്ന് പാസ് ചെയ്യുമ്പോൾ ഹലോ അൻഷാദ് എന്ന് കിട്ടും. ഓക്കെ, നമുക്കത് എസ് പ്രിന്റ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ആണെന്നുള്ളത് എസ് കറക്റ്റ് ആണ്. ഹലോ അൻഷാദ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ കീവേഡ് ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. പിന്നെ വേറെ രീതിയിൽ കൂടെ നമുക്ക് ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അതൊന്ന് കമന്റ് ചെയ്യാണ്. ഇങ്ങനെ ഫംഗ്ഷൻ ഉണ്ടാക്കുന്നതിനാണ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വേരിയബിളിലേക്ക് ഫംഗ്ഷൻ ഉണ്ടാക്കുക. കോൺസ്റ്റ് ഗ്രീറ്റ് ആ നേരത്തെ കൊടുത്ത ഫംഗ്ഷൻ നമ്മൾ നെയിം കൊടുത്തില്ല, അതൊരു വേരിയബിളിന്റെ നെയിമോ ഈക്വൽ ടു ഫംഗ്ഷൻ എന്നാണ് കീവേഡ് മാത്രമേ. അവിടെ നിങ്ങൾ ആ ഒരു ഫംഗ്ഷന് നെയിം കൊടുക്കൂല. എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ട് നേരത്തെ കൊടുത്ത പോലെ പാരാന്തസിന്റെ ഉള്ളിൽ എന്താണ് പാരാമീറ്റേഴ്സ് എന്നുള്ളത് കൊടുത്തു. ഇങ്ങനെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അവിടെയും സെയിം രീതിയിലായിരിക്കും ഉപയോഗിക്കുക. എന്താണ് ആ വേരിയബിൾ നെയിം കൊടുത്തത്? ഇവിടെ ഞാൻ ABC എന്നാണ് വേരിയബിളിന് നെയിം കൊടുത്തെങ്കിൽ ഇവിടെ ABC എന്ന് പറഞ്ഞത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ അതും സെയിം ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പൊ രണ്ടും തമ്മിൽ ഡിഫറൻസ്, ആദ്യത്തേന് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയും, ഡിക്ലെയർ ചെയ്യുന്നത്. രണ്ടാമത്തേന് ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്ന് പറയും. ഇനി ES6 വന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫംഗ്ഷന്റെ ഡിക്ലറേഷനും എക്സ്പ്രഷനും ഒക്കെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട് ES6 അതിനെ പറയുന്ന പേരാണ് ആരോ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ES6 ആരോ ഫംഗ്ഷൻ ആയിരിക്കണം അങ്ങോട്ടേക്ക് ഇനി നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുമ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അഡാപ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആരോ ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ആ ഒരു ഫംഗ്ഷന്റെ വേരിയബിളിന്റെ പേര് കോൺസ്റ്റ് ആഡ് എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ് എടുത്തൊഴിവാക്കി. എന്നിട്ട് ആ കേളി ബ്രേസ് ഇടുന്നതിന്റെ പാരാന്തസിന്, അതായത് കേളി ബ്രേസ് ഇടുന്നതിന് മുമ്പ് ഒരു ആരോ ഇട്ടു, ഈക്വൽ ടു പിന്നെ അതേപോലെ തന്നെ ഗ്രേറ്റർ ദാൻ സിമ്പിളോ ആ ഇത് കീ ഇട്ടിട്ട് ഒരു ആരോ ഇട്ടു. ബാക്കി സെയിം തന്നെ. ഫംഗ്ഷനോട് എന്തെങ്കിലും റിട്ടേൺ ചെയ്യാനാണെങ്കിൽ റിട്ടേൺ കീവേഡ് ഒക്കെ ഉപയോഗിച്ചു. എന്നിട്ട് വിളിക്കുന്നൊക്കെ സെയിം തന്നെ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. റൺ ചെയ്ത് നോക്കാം. 8. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത് ആരോ ഫംഗ്ഷൻ. ഇത് നോർമൽ ഫംഗ്ഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇവിടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ടാവും, ഇവിടെ ഈ ആരോ ഉണ്ടാവില്ല. ഇതാണ് ഡിഫറൻസ്. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ് എടുത്ത് ഒഴിവാക്കി. അപ്പൊ അത് വർക്കാവില്ല. വർക്കാൻ വേണ്ടിയിട്ട് ആരോ ഫംഗ്ഷൻ ആണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആരോ കൂടെ കൊണ്ടുവന്നു. ഇതാണ് ആരോ ഫംഗ്ഷന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആരോ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് പറഞ്ഞാൽ ആരോ ഫംഗ്ഷൻ അതാണ്. ഇനി ആരോ ഫംഗ്ഷന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അതായത് ബേസ്ഡ് ഓൺ നമ്മൾ എന്താണ് എത്രത്തോളം പാരാമീറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട്. ഇപ്പൊ ഇതന്നെ എനിക്ക് കുറച്ചും കൂടെ ഷോർട്ട് ആക്കാൻ പറ്റും. അതായത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു ഫംഗ്ഷൻ ജസ്റ്റ് നമ്മളൊരു റിട്ടേൺ കാൽക്കുലേഷൻ റിട്ടേൺ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ റിട്ടേൺ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇനി ഇത് സിമ്പിൾ ആക്കണം എന്നുണ്ടെങ്കിൽ വേറെ എന്ത് ചെയ്യാന്ന് പറയാം. നമുക്ക് ഈ റിട്ടേൺ ആദ്യം എന്ത് ചെയ്യും? റിട്ടേൺ കളയും. റിട്ടേൺ എന്ന് പറഞ്ഞാൽ കീവേഡ് ഒഴിവാക്കിയിട്ട് അത് ബാക്കിലേക്ക് കൊണ്ടുവരും, സെയിം ലൈനിലേക്ക് കൊണ്ടുവരും. ആരോ എവിടെയാണുള്ളത് സെയിം ലൈനിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് പിന്നെയുള്ള കേളി ബ്രേസും ഒഴിവാക്കി. അപ്പൊ ഇവിടെ എന്ത് വന്നു? ആ സെയിം ആരോ ഉള്ള സെയിം ലൈനിൽ തന്നെ നമ്മൾ എന്തെങ്കിലും കൊടുത്തു. ഇപ്പൊ ഇവിടെ A+B ആണ്. ഇനിയിപ്പോ ഇവിടെ നമ്മൾ ഹെലോ എന്നാണ് കൊടുക്കുന്നതെങ്കിലോ ഹീലോ അല്ലെ? ഹെലോ എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോ ഇതിന്റെ മീനിങ് എന്താണ്? ഫംഗ്ഷൻ AB കേളി ബ്രേസ് റിട്ടേൺ ഹലോ. അതായത് ഫസ്റ്റ് ലൈനിൽ ആരോ ഉള്ള ലൈനിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ റിട്ടേൺ ഉള്ളതിന് ഈക്വൽ ആണ്. അത് ജാവാസ്ക്രിപ്റ്റ് മനസ്സിലാക്കുക അവിടെ റിട്ടേൺ ഉണ്ട് എന്നുള്ളത്. അപ്പൊ സെയിം ലൈനിൽ നിങ്ങൾ ആരോ ഉള്ള സെയിം ലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ ഉണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ ഉള്ളിൽ കേളി ബ്രേസ് ഒക്കെ ഇട്ട് റിട്ടേൺ കൊടുക്കുന്നതിന് പകരം സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഫംഗ്ഷൻ മൾട്ടി ലൈൻ വേറെ കുറെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കേളി ബ്രേസ് ഒക്കെ ഇട്ട് അതിന്റെ ഉള്ളിൽ റിട്ടേൺ കൊടുക്കണം. അങ്ങനെയല്ല, നിങ്ങൾ സിംഗിൾ ചെറിയൊരു ഫംഗ്ഷൻ ആണ് സിംഗിൾ ആയിട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് പാരാമീറ്റേഴ്സ് ഒറ്റൊരു പാരാമീറ്റർ ആണുള്ളതെന്ന് വിചാരിക്കാം. ഇപ്പൊ 2 പാരാമീറ്റർ ആണെങ്കിൽ കോമൺ ഉണ്ടല്ലോ. ഒറ്റൊരു പാരാമീറ്റർ ആണെങ്കിൽ അതിന്റെ ബ്രാക്കറ്റ് കൂടെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അത്രയും സിമ്പിൾ ആയി. അപ്പോൾ ഇതിനൊക്കെയുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ ഓൾറെഡി കണ്ടു, പക്ഷെ നമുക്ക് വേറെ ഡിഫറെന്റ് എക്സാമ്പിൾസ് നോക്കാം. ഒന്ന് ആരോ ഫംഗ്ഷൻ വിത്തൗട്ട് കേളി ബ്രേസസ് ഇംപ്ലിസിറ്റ് റിട്ടേൺ. അപ്പോൾ എന്താണ്?
ഇവിടെ കേളി ബ്രേസ് ഇല്ല, ജസ്റ്റ് ആ സെയിം ലൈനിൽ തന്നെ റിട്ടേൺ ചെയ്യും. മൾട്ടിപ്ലൈ 5 3 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 15 കിട്ടും. ഇനി അര ഫംഗ്ഷൻ വിത്ത് സിംഗിൾ പാരാമീറ്റർ ആൻഡ് പാരാന്തസിസ്. അപ്പൊ ഇവിടെ എന്താണ്, നിങ്ങൾ എക്സ് സെയിം ലൈനിൽ തന്നെ റിട്ടേൺ ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഒറ്റ ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തില്ല, ആ ഒരു ബ്രാക്കറ്റ് പാരാന്തസിസ് ഓപ്ഷണൽ ആണ്, കൊടുക്കുകയും ചെയ്യാം കൊടുക്കാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ 5 സ്ക്വയർ ഓഫ് 5 കൊടുത്തു കഴിഞ്ഞാൽ 5 × 5 25 എന്നാട്ടി. ഇനി അര ഫംഗ്ഷൻ വിത്ത് നോ പാരാമീറ്റേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ബ്രാക്കറ്റ് കൊടുത്തിരിക്കണം. അപ്പോൾ റിട്ടേൺ ഈ ഒരു സിമ്പിൾ ആയിട്ട് ഇത് ആവശ്യമില്ല, ഇവിടെ റിട്ടേണിന്റെ ആവശ്യമില്ല, ഈ റിട്ടേൺ ടോപ്പിലേക്ക് എടുക്കാൻ പറ്റും. കാരണം ഒരു സിമ്പിൾ ആയിട്ട് റിട്ടേൺ മാത്രമേ ചെയ്യുന്നുള്ളൂ, മൾട്ടി ലൈൻ കോഡ് ഇല്ല. അപ്പോൾ അവിടെ ഗ്രേറ്റ് ഔട്ട്പുട്ട് ഹലോ എന്ന് കിട്ടും. ഇതാണ് ആരോ ഫംഗ്ഷന് ഡിഫറെന്റ് വേരിയേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ നോക്കിയതാണ്, മുമ്പ് നമ്മൾ പഠിച്ചതാണ് പാരാമീറ്റേഴ്സും ആർഗ്യുമെന്റ്സും എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഫംഗ്ഷന് ഇവിടെ നെയിം നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനെന്ത് കൊടുത്തിട്ടുണ്ട്, നെയിം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഇവിടെ ഫംഗ്ഷനിൽ നമ്മൾ ഈ നെയിമിനെ നമ്മൾ എന്ത് ചെയ്യും, പാരാമീറ്റർ എന്നാ വിളിക്കുക. പക്ഷെ അത് പാസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്താണ്, ആർഗ്യുമെന്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ അൻഷാദ് എന്ന് പറയുന്ന സ്ട്രിങ് ഇസ് ദ ആർഗ്യുമെന്റ് പാസ് ടു ദി നെയിം പാരാമീറ്റർ. നെയിം എന്ന് പറയുന്ന പാരാമീറ്റർ ആണ്, ഇവിടെ നമ്മൾ അൻഷാദ് എന്ന് പറയുന്ന ആർഗ്യുമെന്റ് ആണ്. നമ്മൾ ആർഗ്യുമെന്റ് പാസ് ചെയ്യുമ്പോൾ ആർഗ്യുമെന്റ് എന്നും ആ ഡിക്ലെയർ ചെയ്ത അവിടെ പാരാമീറ്റർ എന്നാണ് പറയുന്നത്. ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി റിട്ടേൺ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മൾ ഫംഗ്ഷനിൽ നമുക്ക് എന്തെങ്കിലും ആ ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് റിട്ടേൺ ചെയ്തിരിക്കണം. ഒരു കാൽക്കുലേഷൻ ഒരു ഓപ്പറേഷൻ ഒക്കെയാണ് ചെയ്യുന്നെങ്കിൽ. ഇനി അതല്ല, നമ്മൾ ആ ഫംഗ്ഷനിൽ നീ വേറെ എന്തെങ്കിലും ചെയ്ത് വാ എന്ന് പറയുന്നില്ല, ചെയ്തു വെച്ചേക്കാൻ മാത്രം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, റിട്ടേൺ കൊടുക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് ജസ്റ്റ് കൺസോൾ പ്രിന്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് മാത്രം കൊടുത്താൽ അത് റിട്ടേൺ ഒന്നും കൊടുക്കേണ്ട. അപ്പൊ റിട്ടേൺ കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ ബൈ ഡീഫോൾട്ട് അതിന്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആയിരിക്കും. അത് നമ്മളൊരു വേരിയബിളിലേക്ക്, ഈ ഒരു സം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് റിട്ടേൺ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ സം എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ എന്തായിരിക്കും, നമ്പറും പ്ലസ് നമ്പർ അല്ലേ, അപ്പോൾ അത് എന്തായിരിക്കും, അത് ആ ഒരു അഡീഷൻ ചെയ്ത നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ അതേപോലെ തന്നെ ഡീഫോൾട്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അതായത് ഓപ്ഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പാസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡീഫോൾട്ട് പാരാമീറ്റർ ആയിട്ട് വെക്കാം. ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ ഗ്രീറ്റ്, അവിടെ നെയിം ഈക്വൽ ടു ഗസ്റ്റ് എന്ന് പറയുന്ന ഡീഫോൾട്ട് ആയി. നെയിം ഈക്വൽ ടു, നേരത്തെ നമ്മൾ നെയിം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പാരാമീറ്റർ മാത്രം കൊടുത്തു. ഇവിടെ നമ്മൾ പറയുന്നത് നെയിം ഈക്വൽ ടു ഗസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് കൺസോൾ ലോഗ് ഹലോ ആ നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നെയിം ഞാൻ ആ ഒരു ഇത് ഓപ്ഷണൽ ആണ്, കാരണം എന്താണ്, ഡീഫോൾട്ട് പാരാമീറ്റർ ഇവിടെ ഉണ്ട്. അപ്പൊ ഓപ്ഷണൽ ആണ്, എനിക്ക് വേരിയബിൾ ഇല്ലാതെയും നമുക്ക് ആ ഒരു ആർഗ്യുമെന്റ് ഇല്ലാതെയും നമുക്ക് വിളിക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ഗ്രീറ്റ് എന്ന് പറഞ്ഞാൽ മാത്രം വിളിച്ചപ്പോൾ എന്ത്, അതിന്റെ ഔട്ട്പുട്ട് ഹലോ ഗസ്റ്റ് എന്നായിരിക്കും. ഇനി അതിലേക്ക് ഞാനൊരു നെയിം പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നെയിം ആയിരിക്കും ഇവിടെ നെയിമിന് ഗസ്റ്റിന് പകരം ഉപയോഗിക്കുന്നത്. അപ്പൊ ഹലോ അൻഷാദ് ആയിരിക്കും. ആ ഒരു ഡിഫറൻസ് നോക്കി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷണൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഡീഫോൾട്ട് പാരാമീറ്റേഴ്സ് ആക്കി സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് ആണ് ഹയർ ഓർഡർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷന് ആർഗ്യുമെന്റ് ആയിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ വേറൊരു ഫംഗ്ഷൻ ജസ്റ്റ് റിട്ടേൺ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഫംഗ്ഷനാണ് ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫംഗ്ഷന്റെ ഉള്ളിലെ ഫംഗ്ഷൻ എന്നൊക്കെ പറയാം. അതിനാണ് നമ്മൾ ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, എന്താണ് എ പ്ലസ് ബി. ഇനി സബ്സ്ട്രാക്ട് ഉണ്ട് എ മൈനസ് ബി. കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കൊടുത്തു, എന്നിട്ട് എ കോമ ബി എന്ന് പറഞ്ഞു ഓപ്പറേറ്റർ അല്ലെ. എന്നിട്ട് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്, റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, ഓപ്പറേറ്റർ ഓഫ് എ കോമ ബി. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഫംഗ്ഷൻ വിളിക്കാം കാൽക്കുലേറ്റ് ഓഫ് ആഡ് 5,3. അപ്പോൾ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ വേരിയബിളിൽ അതിന്റെ ആർഗ്യുമെന്റ്സ് എന്താണ് പോകുന്നത്, ആഡ് എന്ന് പറഞ്ഞോളൂ. അപ്പൊ ആഡ് ഓഫ്, ഈ ഓപ്പറേറ്റർ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷൻ കോൾ ആണ്. അപ്പൊ ആഡ് ഓഫ് എ കോമ ബി, അപ്പൊ എന്ത് ചെയ്യും, 8 ആയിരിക്കും. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ഓഫ് അതിൽ നമ്മളൊരു ഫംഗ്ഷൻ ആണ് അതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ഫംഗ്ഷൻ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ അത് സബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രാക്ട് ഓഫ് എ കോമ ബി, അപ്പോൾ 5 - 3 എന്നുള്ള 2 കിട്ടും. ഇതാണ് ഹയർ ഓർഡർ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്.